Hello guys, welcome back to my channel. This is Pranay. In this video, I will show you a tutorial. You will thumbnail content. That's Cinemagraph. So let's video. Let's go. Intro animation. I will my friend Suhaim. For a big thanks and shout out to Suhaim. Thank you, Suhaim. Our Instagram profile link in the description. You can check it out. In this video, I will money heist in the series, music cover, different on Instagram in the profile link in the description. You can check it out. For a big shout out to Jayshankar. Thank you, Jayshankar. Cinemagraph. In the Cinemagraph, we will talk about 2011 ആദ്യമായിട്ട് രണ്ട് US ഫോട്ടോഗ്രാഫേഴ്സ് കെവിൻ ബർഗ് ആൻഡ് ജാമി ബെഗ് സിനിമാഗ്രാഫിന് തുടക്കം കുറിച്ചത്. അവർ ഈ ടെക്നിക് ഫാഷൻ ആൻഡ് ന്യൂസ് ഫോട്ടോഗ്രാഫിക്കാണ് മെയിനായിട്ട് അവർ ആനിമേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ തന്നെയാണ് സിനിമാഗ്രാഫിൻ്റെ ഇൻവെൻറ്റേഴ്സ് ആൻഡ് പയനീഴ്സ് എന്നറിയപ്പെടുന്നത്. cinemagraphs.com എന്ന സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവർ ചെയ്ത കുറേ വർക്കുകൾ നിങ്ങൾക്ക് കാണാം. നല്ല ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കണ്ടൻസ് ആണ് അവർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്താണ് സിനിമാഗ്രാഫ് എന്നുള്ളത് അറിയാം. ഫോട്ടോയും സിനിമാറ്റിക് വിഷ്വൽസും കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ഒരു ടെക്നിക്കാണ് സിനിമാഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെ നമുക്ക് സിനിമാഗ്രാഫ് ഷൂട്ട് ചെയ്യാൻ എന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് മെയിൻലി ആവശ്യമുള്ളത് ട്രൈപോഡാണ്. കൂടാതെ നിങ്ങൾക്ക് ഒരു ഫോണോ അതോ DSLR ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഷേക്ക് പോലും വരാൻ പാടില്ല. ചെറിയൊരു ഷേക്ക് വന്നാൽ തന്നെ നിങ്ങളുടെ ആ സിനിമാഗ്രാഫ് എഫക്റ്റ് നഷ്ടപ്പെടാം. ഞാൻ ചെയ്ത കുറച്ച് സിനിമാഗ്രാഫിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണിക്കാം. സിനിമാഗ്രാഫ് എഡിറ്റിങ്ങിനായി നമുക്ക് ഫോൺ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം, അഥവാ നമുക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യാം. ഫോൺ ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫ്ലിക്സൽ ബ്രാൻഡിൻ്റെ സിനിമാഗ്രാഫ് പ്രോ എന്ന ആപ്പ് യൂസ് ചെയ്യാം. കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ക്രിയേറ്റീവായിട്ട് കുറച്ച് എലമെൻറ്റ്സ് ആഡ് ചെയ്ത് ക്രിയേറ്റിവിറ്റി കൂട്ടാം. ഇനി നമുക്ക് എങ്ങനെ മൊബൈൽ ഫോൺ വെച്ച് സിനിമാഗ്രാഫ് എഡിറ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ ആദ്യം ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു ഡിസ്കവറിൽ കാണാം കുറേ പേര് ചെയ്ത സിനിമാഗ്രാഫ് വർക്ക്സ് ഉണ്ട്. ഇതൊരു പെയ്ഡ് ആപ്പാണ്, പക്ഷെ നമുക്കിത് വാട്ടർമാർക്കോട് കൂടി യൂസ് ചെയ്യാന്നുള്ളതാണ്. അടുത്തത് നിങ്ങൾക്ക് ഇവിടെ കുറേ ട്യൂട്ടോറിയൽസ് കാണാം. പിന്നെ ഇവിടെ തന്നെ സിനിമാഗ്രാഫിൻ്റെ കേസ് സ്റ്റഡീസും കാണാം. അടുത്തത് നമുക്ക് വീഡിയോ ഓപ്ഷനിലേക്ക് പോകാം. നിങ്ങളെടുക്കുന്ന വീഡിയോയിൽ ഏറ്റവും ചെറിയ ഷേക്ക് പോലെ ഇവിടെ ഡോട്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പോൾ മാക്സിമം നമ്മൾ ഷേക്ക് ഇല്ലാണ്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കണം. നമുക്കിവിടെ ടോപ്പിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാം. അതിൽ ആദ്യത്തെ ഓപ്ഷനാണ് ഗ്രിഡ് ഓപ്ഷൻ. രണ്ടാമത്തേതാണ് ഫ്രെയിം റേറ്റ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ.
അത് കഴിഞ്ഞ് നമുക്കിവിടെ വൈറ്റ് ബാലൻസ് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ 5 ടൈപ്പ് വൈറ്റ് ബാലൻസ് ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആസ്പെക്ട് റേഷ്യോ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതും നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ ക്യാമറ ഫ്ലിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും. അടുത്തൊരു ഡോക്യുമെൻറ്റ് ടാബാണ്. ഇവിടെയാണ് നിങ്ങൾ ചെയ്യുന്ന വർക്ക്സ് ഒക്കെ സേവ് ആയിട്ട് എടുക്കുക. ഇവിടെ നമുക്ക് ഫോട്ടോസ് ലൈബ്രറി ആക്സസ് ചെയ്യാനുള്ള ഒരു ടാബും കാണാം. അടുത്തുള്ളത് പ്രൊഫൈൽ ഓപ്ഷനാണ്. നമുക്കിവിടെ സൈൻ ഇൻ ചെയ്ത് നമ്മുടെ സിനിമാഗ്രാഫ് വർക്കൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. ആദ്യം ഞാൻ ഡോക്യുമെൻറ്റ്സിൽ പോയി ഞാൻ ഇവിടെ ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചൂസ് കൊടുക്കാം. ഡൺ. അതിനുശേഷം ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ആദ്യം ഞാൻ ഈ മാർക്കർ വെച്ച് ഒരു ഫ്രെയിം സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു പെർഫെക്റ്റ് ഫ്രെയിം സെലക്ട് ചെയ്യണം. എന്നിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഒരു ലൂപ്പ് വരുന്ന പാർട്ട് വെച്ച് ഞാൻ ട്രിം ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇവിടെ ഈ മാർക്കറിൻ്റെ അവിടെ പ്ലേസ് ചെയ്യാണ്. ഞാനിവിടെ കുറച്ച് ട്രിം അഡ്ജസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് സൂം ചെയ്ത് ഇറേസർ ടൂൾ വെച്ച് ഈ പാർട്ട് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ കറക്റ്റായി നമ്മൾ ഇറേസ് ചെയ്യണം. ഞാനിവിടെ ഈ സ്പീഡ് ഓപ്ഷൻ കുറച്ച് കുറയ്ക്കുകയാണ്, കുറച്ച് സ്മൂത്ത് ആവാൻ വേണ്ടി. ഞാനിവിടെ ബൗൺസ് ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. ഇനി വേറെ വല്ല സെറ്റിങ്സ് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഈ ഓപ്ഷൻസിൽ ചേഞ്ച് ചെയ്താൽ മതി. പിന്നെ നമുക്കിവിടെ ഒന്ന് കളറൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ വീഡിയോ ക്രോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ എഡിറ്റിംഗ് അപ്പോൾ സിമ്പിളായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിത് എക്സ്പോർട്ട് ചെയ്യണം. നമുക്ക് ആദ്യം ഇവിടെ എക്സ്പോർട്ട് സിനിമാഗ്രാഫ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ റെപ്പറ്റീഷൻ എന്ന ഓപ്ഷനിൽ നമുക്ക് എത്ര സെക്കൻഡ്സ് നീണ്ടു നിൽക്കണം എന്നുള്ളത് നോക്കാം. ഞാൻ ഇവിടെ ഏകദേശം 5 സെക്കൻഡ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 5 സെക്കൻഡ് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ഫയൽ ഫോർമാറ്റ് കാണാം. ഫയൽ ഫോർമാറ്റ് H.264 സെലക്ട് ചെയ്തു. നമ്മൾ ക്രോപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ റെസൊല്യൂഷൻ ചെറുതായി മാറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫ്രെയിം റേറ്റ് ഓപ്ഷനിൽ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ 30 ഫ്രെയിംസ് ഞാൻ സെലക്ട് ചെയ്യാണ്. ഓക്കെ, എക്സ്പോർട്ടായി. ഇനി നമുക്ക് എങ്ങനെ കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ അതിനുവേണ്ടി ഇവിടെ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അഡോബ് പ്രീമിയർ പ്രോ ആണ്. അപ്പം ഞാൻ അഡോബ് പ്രീമിയർ പ്രോ ഓപ്പൺ ചെയ്തു. അതിനുശേഷം ന്യൂ പ്രൊജക്റ്റ് എന്ന് കൊടുത്ത് നമുക്കിവിടെ ഒരു പേര് കൊടുക്കാം. ആദ്യം നമ്മളെടുത്ത വീഡിയോ ഇവിടെ ഇമ്പോർട്ട് ചെയ്യാണ്. അതിനുശേഷം ടൈം ലൈനിലേക്ക് ഡ്രാഗ് ചെയ്തിടാം. ആദ്യം ഇതിൻ്റെ ഓഡിയോ ഒന്ന് അൺലിങ്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്ക് പെർഫെക്റ്റായി ക്ലീനായ ഒരു പാർട്ട് ഇവിടെ നിന്ന് ട്രിം ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ ഒന്ന് ട്രിം ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മളിപ്പോൾ ട്രിം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഒരു കോപ്പി വേണം. അപ്പോൾ ഞാൻ ഇത് ഒന്ന് ആൾട്ട് പ്രസ് ചെയ്ത് പിടിച്ച് കോപ്പി ചെയ്യാണ് ഇവിടെ. അപ്പോൾ 2 കോപ്പിയായി. ഈ കോപ്പി നമുക്ക് ഇതിൻ്റെ മേലെ പ്ലേസ് ചെയ്യാം. ഇനി നമുക്കിവിടെ ഒരു നല്ല പാർട്ട് നോക്കി ഫ്രെയിം ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഫ്രെയിം ഹോൾഡ് ഓപ്ഷൻ കൊടുക്കുകയാണ്. ഹോൾഡ് ആവാത്ത പാർട്ട് ഡിലീറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ടോപ്പ് ലെയർ ഇപ്പോൾ ഫോട്ടോ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ സെലക്ട് ചെയ്ത് ഇതിൻ്റെ മേലെ ഒപ്പാസിറ്റി എന്ന ഓപ്ഷൻ്റെ ഡ്രോ ടൂൾ ഉണ്ട്. മാസ്ക് ചെയ്യാനുള്ള ഓപ്ഷനാണത്. ഞാൻ ഇവിടെ കുറച്ച് സൂം ചെയ്ത് ഇവിടെ നമുക്ക് കറക്റ്റായി മാസ്ക് ചെയ്ത് കൊടുക്കാം ആ വെള്ളം ഫ്ലോ ചെയ്യുന്ന പാർട്ട്.
ഇപ്പോൾ ഇത് ഓപ്പോസിറ്റ് പാർട്ടാണ് എഫക്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ ഇൻവെർട്ടഡ് എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്യാം. ഇപ്പോൾ ലോക്ക് ആയിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ച് ഫ്രെയിമേ ഉള്ളൂ. നമുക്കിതിൻ്റെ ഫ്രെയിമിൻ്റെ കോപ്പി വേണം. അപ്പോൾ ഞാൻ ആൾട്ട് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഇതിൻ്റെ കോപ്പി എടുക്കുകയാണ്. നമുക്ക് വീഡിയോ ഡ്യൂറേഷൻ അനുസരിച്ച് നമുക്കിത് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇനി ആ മാസ്ക് ചെയ്ത ലെയർ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ സിനിമാഗ്രാഫ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ലെങ്ത് കുറച്ച് കൂട്ടാണ്. So that's it. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, and subscribe to my channel. This is Pranay signing out.